शांति ही शांति है, प्रकाश पुंज का ये भंडार। हम आत्मा यही पे रहते, यही हमारा है संसार। वैकुंठवासी है हम, ताज तख्त तिलक के देवकुल के हैं अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो,
अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। ബാബയുടെ സാകാര മധുര മഹാവാക്യങ്ങൾ. ഇന്നത്തെ തീയതിയാണ് 5/9/22. मीठे बच्चे, ज्ञान सागर बाप से तुम बच्चों को जो अविनाशी ज्ञान रत्न मिलते हैं उन ज्ञान रत्नों का दान करने की रेस करो. മധുരമായ കുട്ടികളെ, ജ്ഞാനസാഗരനായ ബാബയിൽ നിന്നു നിങ്ങൾ കുട്ടികൾക്ക് ഏത് അവിനാശി ജ്ഞാനരത്നങ്ങൾ ലഭിക്കുന്നുവോ ആ ജ്ഞാനരത്നങ്ങളെ ദാനം ചെയ്യുന്ന മത്സരം ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണോ? ബാബയിൽ നിന്ന് രത്നങ്ങളെ, അവിനാശി ജ്ഞാനരത്നങ്ങളെ നേടി മറ്റുള്ളവർക്ക് ദാനം നൽകുക. ദാനം നൽകുന്ന മത്സരം. प्रश्न, माला में नंबर आगे पीछे होने का मुख्य कारण क्या? പ്രശ്ന അഥവാ ചോദ്യമാണ്. മാലയിൽ മുന്നിലത്തെ നമ്പർ അഥവാ പിന്നിലത്തെ നമ്പറിൽ വരാനുള്ളതിന്റെ മുഖ്യമായ കാരണം എന്താണ്? ആകെ നമ്പർ, മുന്നിലത്തെ നമ്പർ, പീछे നമ്പർ, പിന്നിലത്തെ നമ്പർ. ബാക്കിൽ വരാനുള്ള വ്യത്യാസങ്ങളാകുന്നതിന്റെ കാരണം എന്താണ്? उत्तर, श्रीमत की पालना. जो श्रीमत को अच्छी रीति पालना करते वो आगे नंबर आ जाते. ആരാണോ ശ്രീമത്തത്തിന്റെ നല്ല രീതിയിൽ പാലന ചെയ്യുന്നത് അവർ നല്ല രീതിയിൽ ഒന്നാം നമ്പർ നേടും, ഒന്നാം നമ്പറിൽ വരും. और जो आज अच्छी पालना करते कल देहाभिमानवश श्रीमत में मनमत मिक्स कर देते वो नंबर पीछे चले जाते. ആരാണോ ഇന്ന് നല്ല പാലന ചെയ്യുന്നത് നാളെ ദേഹാഭിമാനത്തിൽ വശരായി ശ്രീമതത്തിൽ മന്മതം കലർത്തുന്നത് അവർ പുറകിലാവും. कायदे अनुसार श्रीमत पर चलने वाले बच्चे पीछे आते भी आगे नंबर ले सकते. നിയമാനുസാരം ശ്രീമതത്തിൽ നടക്കുന്ന കുട്ടികൾ പുറകെ ആണെങ്കിലും കൂടി മുന്നിലത്തെ നമ്പർ അഥവാ ഒന്നാം നമ്പർ നേടാൻ സാധിക്കും. ഗീത്, രാത് കെ രാഹി തക് മത് ജാന, സുബഹ് കി മൻസിൽ ദൂർ നഹി.
ഓം ശാന്തി. രാത്രിയുടെ യാത്രക്കാര, ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ എത്താൻ പോകുന്ന പ്രഭാതം വളരെ അടുത്താണ്. ബാപ് ദാദാ ദോനോ കേത്തെ ഓം ശാന്തി. ദോനോ കാ സ്വധർമ്മ ശാന്തി. ബാപ്പ് ദാദ രണ്ടുപേരും ഓം ശാന്തി എന്ന് പറയുന്നു. അപ്പോ രണ്ടിന്റെയും സ്വധർമ്മം ശാന്തിയാണ്. ബാബയുടേതു സ്വധർമ്മം, അതുപോലെ കുട്ടികളുടെ സ്വധർമ്മം, അതുപോലെ ബ്രഹ്മ ബാബയുടെ സ്വധർമ്മം ശാന്തി. हम बच्चों के अंदर से भी निकलना चाहिए ओम, अर्थात अहम आत्मा का स्वधर्म है शांति. നാം കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നു പുറപ്പെടണോ അഥവാ വരണോ ഓം, അതായത് ഞാൻ ആത്മാവിന്റെ സ്വധർമ്മം ശാന്തിയാണ്. അഭി ഹം ജാത്തെ ശാന്തി ധാമേ. ഈ സ്മൃതി ഉണ്ടായിരിക്കണോ, ഇപ്പോഴും നാം ശാന്തിധാമിലേക്ക് പോകുന്നു. പേലെ പേലെ ഹംകോ ബാബ ശാന്തിധാമിലേ ചായെങ്കി. ആദ്യം നമ്മെ ബാപ്പ് ദാദ ശാന്തിധാമിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പേലെ പേലെ കൗൺ ജായെങ്കെ? ആദ്യം വീട്ടിലേക്ക് ആരാണ് പോകുന്നത്? ജിത്ന ജോ യാദ് മേ രഹേംഗെ ഓ ജൈസേക്ക് ദൗഡി പെഹൻതി. ആരെത്രത്തോളം ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നുവോ അവര് ഓട്ട മത്സരം പോലെയാണ്. ബാബയുടെ അടുത്ത് ആദ്യം ഓടിക്കളയും. അഭി തും ആത്മാഭിമാനി ബൻത്തെ ഉസ്മേ ബഹുത്ത് മെഹനത്ത് ലഗ്തി. ഇപ്പോഴും നിങ്ങൾ ആത്മാഭിമാനികളായി കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നത് ഇതിലും വളരെയധികം പരിശ്രമിക്കേണ്ടി വരുന്നു. ആധാ കൽപ്പ് സേ തുംകോ രാവണനെ ദേഹാഭിമാനി ബനായ. കാരണം എന്ത്? അരകൽപ്പമായി രാവണൻ നിങ്ങളെ ദേഹാഭിമാനിയാക്കി. അഭി ബേഹദ് കാ ബാപ് പരംപിത പരമാത്മാ ഹംകോ ദേഹി അഭിമാനി ബനാരെ. ഇപ്പോൾ പരിധിയില്ലാതെ ബാബ പരമപിത പരമാത്മാവ് ഞങ്ങളെ ദേഹി അഭിമാനിയാക്കിക്കൊണ്ടിരിക്കുന്നു. ആത്മാഭിമാനി. അവർ അപ്പനെ ഘർ കാ രാസ്ത ബതാരെ. നമ്മെ ദേഹി അഭിമാനിയാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വീട്ടിന്റെ വഴിയും പറഞ്ഞു മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കും. ജോ ഘർ കാ മാലിക് ഹെ വഹി ബതാ രഹേ ഹെ. ആരാണോ വീട്ടിന്റെ യജമാനൻ അവർ തന്നെയാണ് നമുക്ക് വഴിയും പറഞ്ഞു മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ദൂസറ കോയി ഭി മനുഷ്യ രാസ്ത ബത്താനാ സക്കെ കായിദ ഹി നെയ്. ഇനി മറ്റു യാതൊരു മനുഷ്യരും വീട്ടിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരാൻ പറ്റില്ല. നിയമം തന്നെ ഇല്ല. ഏക് ഹി ബാപ് ആകർ ബത്ലാത്തെ ഉൻകാ നാം ഹെ ദുഃഖഹർത്ത, ദുഃഖ സെ ലിബറേറ്റ് കർണേ വാല. ഒറ്റ ഒരു ബാബ മാത്രമാണ് വന്നിട്ട് നമുക്ക് വഴി പറഞ്ഞു മനസ്സിലാക്കി തരാൻ സാധിക്കുക. അവരുടെ പേരാണ് ദുഃഖഹർത്ത, സുഖകർത്താവെന്ന്. ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകുന്നവൻ, മോചിപ്പിക്കുന്നവൻ. उसकी महिमा भी भक्ति मार्ग में गाते आते. ऐसे नहीं सतयुग में आत्मा ऐसे कहती कि हमको बाप ने दुख से छुड़ा करके सुखदा में भेजा नहीं. കൊണ്ട് ബാബ പറയാണ്, സത്യുഗത്തിൽ ആത്മാവ് ഒരിക്കലും ഇങ്ങനെ പറയില്ല, നമുക്ക് ഞങ്ങളെ ബാബ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് സുഖധാമത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന് ഒരിക്കലും പറയില്ല. സത്യുഗത്തിൽ ബാബയുടെ ആഗമനം പോലും ഇല്ലല്ലോ. യഹ് ജ്ഞാൻ അഭി തുംകോ മൈ സംജാത്ത. ഈ ജ്ഞാനം ഇപ്പോഴും നിങ്ങൾ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. യേ ജ്ഞാൻ കാ പാർട്ട് അഭി ഹി ചൽത്ത ഫിർ യേ പാർട്ടി പൂരാ ഹോ ജാത്ത. ഈ ജ്ഞാനത്തിന്റെ പാർട്ട് ഇപ്പോഴാണ് നടക്കുന്നത്. അതിനുശേഷം ഈ പാർട്ട് തന്നെ പൂർണ്ണമായി പോകും. ഫിർ പ്രാലബ്ധ ശുരു ഹോ ജാത്തി. പിന്നീട് ഈ പാർട്ട് പൂർണ്ണമായതിനു ശേഷം പഠിക്കുന്ന പാർട്ട് പ്രാലബ്ധം, പ്രാപ്തി ആരംഭിക്കും. पति से पावन बनाने का पार्ट एक ही बाप का है जो कल्पकल पार्ट बचाते. പതിത്വത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുന്ന പാർട്ട്
ഒരു ബാബയുടേത് മാത്രമാണ് ഇത് കൽപ്പകൽപ്പവും അഭിനയിച്ചു വരുന്ന പാർട്ടാണ്. തും ജാനത്തെ ഹോ ഹം ആധാ കൽപ്പ പാവൻ थे फिर രാവണ രാജ്യം में आकर नीचे उतरते आए. നിങ്ങൾ കുട്ടികൾക്കറിയാം, നാം അരകൽപ്പം പാവനമായിരുന്നു. പിന്നീട് രാവണന്റെ രാജ്യത്തിൽ താഴോട്ട് ഇറങ്ങി വന്നു, പതനത്തിലേക്ക് എത്തി. कला कमती होती जाती. भारत में देवताए 16 कला संपूर्ण സർവ ഗുണ സമ്പന്ന थे. പിന്നീട് ഭാരതത്തിൽ തന്നെ ദേവതകള് 16 കലാ സമ്പൂർണരായിരുന്നത്, സർവഗുണ സമ്പന്നരായിരുന്നു. फिर उनको पुनर्जन्म लेते लेते नीचे जरूर आना पड़ता. പിന്നീട് അതേ ദേവി ദേവന്മാര് പുനർജന്മങ്ങളെ എടുത്ത് ഇറങ്ങി താഴോട്ട് വരേണ്ടി വന്നു. കലകളും കുറഞ്ഞു വരുന്നു. പരന്തു ഏ വഹാ മാലൂം നഹീ രഹത്ത. പക്ഷെ ഈ വിഷയങ്ങളൊന്നും അവിടെ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല സത്യുഗത്തില്. ഏ സാരാ ജ്ഞാൻ അഭി തുമാരി ബുദ്ധിമേ. ഈ മുഴുവൻ ജ്ഞാനം ഇപ്പോഴും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്നു. പാവൻ ദേവി ദേവതായെ പതിൻ കൈസെ ബനത്തെ. ആത്മാ തോ 84 ജന്മോं की കഥ സുനായെ. പാവന ദേവി ദേവത ആത്മാക്കൾ എങ്ങനെ പതീതരാകാൻ പറ്റൂ? ആത്മാവ് 84 ജന്മങ്ങളുടെ കഥയാണ് കേൾപ്പിച്ചു തരുന്നത്. 84 ചക്രക്ക് ഏ സത്യകഥ. 84 ജന്മങ്ങളുടെ ചക്രത്തിന്റെ കഥയാണ് ഇത് സത്യകഥ. ഓ തോ झूठी കഥ സുനാത്തെ, ചക്രക്ക് ആയു ലംബി ചൗടി ബത്താ ദേത്തെ. ഭക്തിയിലാണെങ്കിലോ അസത്യതയുടെ കഥയാ കേൾപ്പിച്ചു തരുന്നത്. ചക്രത്തിന്റെ ആയുസ് ദീർഘമാക്കി അതോ ദീർഘമായി പറഞ്ഞിരിക്കുന്നു. ये 84 के चक्र की कथा सुनने से तुम चक्रवर्ती राजा रानी पद पाते. ഇത് ബാബ പറയുന്നത്, ചക്രത്തിന്റെ കഥ കേൾക്കുന്നതിലൂടെ നിങ്ങൾ ഭാവിയിൽ ചക്രവർത്തി രാജാ രാജ്ഞി ആകും. ये गुह्य बातें സന്യാസി ആദി नहीं जानते. ഇത് ഗഹനമായ നിഗൂഢമായ വിഷയമാണ്. സാധു സന്യാസിമാർക്കൊന്നും ഇത് അറിയേയില്ല. उनका धर्म ही अलग. पहले माँ बाप പാസ് ജനം ലേത്തെ. ബാബ പറയുന്നത് ഇതെല്ലാം വേണ്ട ഒരു കാര്യങ്ങള്. ധർമ്മം തന്നെ വേറെയാണ് സന്യാസിമാരുടെ. ആദ്യം മാതാപിതാവിന്റെ അടുത്ത് ജന്മം എടുക്കുന്നു, പിന്നീട് അമ്പലം മുതലായ സ്ഥാനങ്ങളിൽ പോയി ആരാധിക്കുന്നു. फिर जब वैराग्य आता तो घर बार छोड़ चले जा. പിന്നീട് അവർക്ക് വിരക്തി വരും. അപ്പോഴെന്താ ചെയ്യുന്നത്? വീട് ഉപേക്ഷിച്ച് വീണ്ടും പർണശാലയിലേക്ക് പോകും, അഥവാ ഋഷി ആശ്രമത്തിലേക്ക്. ബാബ കേത്തെ പൂജ്യസോ പൂജാരി ബി തുമാരേ ലിയേ. ബാബ പറയാണ്, പൂജ്യസോ പൂജാരി പാർട്ടും കൂടി നിങ്ങൾ കുട്ടികളുടെ തന്നെ. तुम ब्राह्मण बन फिर पावन देवी देवता बनने के लिए पुरुषार्थ कर. നിങ്ങൾ ബ്രാഹ്മണരായിട്ട് പിന്നീട് മറ്റുള്ളവരെ പാവനമാക്കി മാറ്റുന്ന പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മി നാരായൺ കെ രാജ്യക്കോ സ്വർഗ കഹാ ജാത്ത. ലക്ഷ്മി നാരായണന്റെ രാജ്യത്തെയാണ് സ്വർഗം എന്ന് പറയുന്നത്. വഹാ ഹൈ ഹി അദ്വൈത ധരം, അദ്വൈത ദേവത. കോയി ഗാലി ബച്ച് നഹി സക്തെ, താലി ബജ് നഹി സക്തെ. ഇപ്പൊ സത്യുഗത്തിൽ അദ്വൈത ധർമ്മത്തിലുള്ളവരാണ് അദ്വൈത ദേവാത്മാക്കള്. അവിടെ ഇങ്ങനെ എന്താണ്, കൈയടിക്കാനൊന്നും പറ്റൂല. വഹാ മായ നഹി ഇസ് ദേവി ദേവത ധർമ്മ കി മഹിമ. ഇത് മായയുടെ വിഷയമല്ല, ഈ ദേവി ദേവത ധർമ്മത്തിന്റെ വിശേഷ സ്റ്റോറിയാണ്, രചനയാണ്. सर्वगुण संपन्न 16 कला संपूर्ण. जब तुम कहाँ लक्ष्मी नारायण के मंदिर में जाते हो तो बोलो ये സത്യനാരായൺ है ना. നിങ്ങൾ എപ്പോഴാണോ ഏതെങ്കിലും സ്ഥാനത്തിൽ പോകുമ്പോ ലക്ഷ്മി നാരായണന്റെ അമ്പലത്തിലേക്ക് പോവൂ എങ്കിൽ നിങ്ങൾ പറയൂ, ഇവരാണോ സത്യനാരായണൻ.
ഇൻകോ സത്യ ക്യോ കേത്തെ? അവരോട് ചോദിക്കണം, ഇവരെ സത്യരെന്ന് എന്തുകൊണ്ടാ പറയാൻ? ക്യോങ്കി ആധാകൽപ്പ് തോ ഝൂട്ട് ബഹുത്. കാരണം അരകൽപ്പം അസത്യം കൂടുതലായിരുന്നല്ലോ. बहुतों के नाम लक्ष्मी नारायण राधे कृष्णादि, कोई कोई के तो ഡബിൾ നാം ബി ഹെ. ഇന്നത്തെ ഈ ലോകത്തിൽ എന്താണ്? അസത്യത്തെ കൂടുതലാണ്, മിഥ്യം കൂടുതലുണ്ട്. അനേകർക്ക് പേരിങ്ങനെല്ലാം വിളിക്കും. ആ ഗുണങ്ങളില്ല എങ്കിലും ലക്ഷ്മി നാരായണൻ, രാധാകൃഷ്ണ മുതലായത്. कोई कोई तो डबल नाम भी है. मद्रास के तरफ बहुत अच्छे अच्छे नाम रखते, बहुतों के होते. ഇനി ഡബിൾ പേര് കൂടി അനേകർക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ മദ്രാസിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ബാബ പറയാണ്, അവിടെയും നല്ല നല്ല പേരുകളാണ് മനുഷ്യർക്ക് വിളിച്ചിരിക്കുന്നത്. ഭഗത് വത്സലം ആദി ആദി. അപ്പൊ ഏത്തോ ഭഗവാൻ ഹി ഹോങ്കാന. ഭക്തവത്സര മുതലായവർ ആരാണ്? ഇതെല്ലാം ഇവരെല്ലാം ഭഗവാൻ എന്ന് പറയാൻ കഴിയില്ലല്ലോ. भगवान निराकारी परम ज्योति. अभी तुम बच्चों की बुद्धि में है, ആത്മാവും का परमपिता परमात्मा सामने बैठे. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്നത് ആത്മാക്കള് പരമപിത പരമാത്മാവിന്റെ മുന്നിലാണ് ഇരുന്നിരിക്കുന്നത്. ബാബാ की तरफ तुम देखते रहेंगे तो समझेंगे पतिता पावन मोस्ट बिलवेड बाबा. ബാബയുടെ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് പതീത പാവന മോസ്റ്റ് ബിലവേഡ് ബാബ. ആത്മാവ് പറയാണ്, നിരാകാരി ബാബ, ഞാൻ ആത്മാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിരാകാർ പരംപിത പരമാത്മാക്ക് രാജാവുക്കോ പഠാത്തെ. നിരാകാരിയായ പരമപിത പരമാത്മാവ് വന്നിട്ട് ആത്മാക്കൾക്ക് പഠിപ്പിക്കുകയാണ്. ഏ കോയി ശാസ്ത്ര നഹി. ഇവിടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു യാതൊരു ശാസ്ത്രമോ ഒന്നുമല്ല. സമझो कोई कहते श्री कृष्ण के तन में परमपिता परमात्मा प्रवेश करते. നിങ്ങൾ പറയൂ, ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ പരമപിത പരമാത്മാവ് പ്രവേശിക്കുന്നു. परंतु कृष्ण का तो वो रूप सतयुग में था. അതല്ല ഒരിക്കലും. നിങ്ങൾക്കറിയാമല്ലോ ശ്രീകൃഷ്ണന്റെ രൂപം എവിടെയായിരുന്നു? ശ്രീകൃഷ്ണന്റെ രൂപം എവിടെയായിരുന്നു? സത്യുഗത്തിലും ത്രേതായുഗത്തിലും. ഉസ് നാം രൂപമേ തോ ശ്രീകൃഷ്ണ ആനാ സഖ്യ. അതേ തരത്തിലുള്ള പേരു രൂപത്തിൽ ശ്രീകൃഷ്ണൻ ഒരിക്കലും വരാൻ സാധിക്കില്ല. समझो कोई कहते श्री कृष्ण के तन में परमपिता परमात्मा प्रवेश करते, परंतु श्री कृष्ण का तो वो सतयुग स्वरूप सतयुग में था. മനസ്സിലാക്കൂ, ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ പ്രജാപിത പരംപിത പരമാത്മാവ് പ്രവേശിച്ചു. പക്ഷെ കൃഷ്ണന്റെ അതേ രൂപം സത്യുഗത്തിൽ ഉണ്ടായിരുന്നത്. നാമരൂപത്തിൽ ശ്രീകൃഷ്ണൻ വരാൻ സാധിക്കും. ശ്രീകൃഷ്ണ കാ തും ചിത്ര ദേഖ്തേ ഹോ, വഹ് ഭി ആക്യുറേറ്റ് നഹി. ശ്രീകൃഷ്ണന്റെ ചിത്രവും നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്കിലും ഇവിടെ എത്ര സുന്ദര സുന്ദരിമാരാണെങ്കിലും റിയൽ ആയിരിക്കുന്ന ബ്യൂട്ടി ആർക്കും ഇല്ല എന്ന് ബാബ പറയും. ആണല്ലോ. നിരാകാർ പരംപിത പരമാത്മാക്കർ ആത്മാക്കോ പഠാത്തെ. നിരാകാരിയായിരിക്കുന്ന പരമപിത പരമാത്മാവ് വന്നിട്ട് ആത്മാക്കൾക്ക് പഠിപ്പിക്കുകയാണ്. ये कोई शास्त्र में नहीं, समझो कोई कहते श्री कृष्ण के तन में परमपिता परमात्मा प्रवेश करते. അപ്പൊ ഇതൊന്നും ശാസ്ത്രമല്ലല്ലോ. മനസ്സിലാക്കൂ, ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ പരമപിത പരമാത്മാ പ്രവേശിക്കുന്നു. परंतु श्री कृष्ण का तो वो रूप सतयुग में था. പക്ഷേ ശ്രീകൃഷ്ണന്റെ ഇന്നുള്ള അതേ രൂപം സത്യുഗി എന്താണ്? സത്യുഗി സമയത്തില് ഉണ്ടാകുന്നത്. ഈ സമയത്ത് ആ രൂപം ഒരിക്കലും ഉണ്ടാവില്ല. ശ്രീകൃഷ്ണ കാ തും ചിത്ര ദേഖ്തേ ഹോ, ഓ ബി ആക്യുറേറ്റ് നഹി. ശ്രീകൃഷ്ണന്റെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതും കൂടി കൃത്യമായിട്ടുള്ളതല്ല, അങ്ങനെയല്ല.
ഉസ് നാമരൂപമേ തോ ശ്രീകൃഷ്ണ ന സക്കെ. ഇനി ശ്രീകൃഷ്ണന്റെ പേരിലും രൂപത്തിൽ ഒരിക്കലും ശ്രീകൃഷ്ണൻ വീണ്ടും ഈ ഭൂമിയിൽ വരാൻ സാധിക്കില്ല. ശ്രീകൃഷ്ണ കാ തും ചിത്ര ദേഖ്തേ ഹോ വോ ഭി ആക്യുറേറ്റ് നഹി. ശ്രീകൃഷ്ണന്റെ ചിത്രവും കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ഇതും കൂടി കൃത്യമായതല്ല. എന്നുവെച്ചാൽ അത്രയും വിചാരിച്ച തരത്തിലല്ല. സത്യുഗത്തിലാണ് ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ രൂപത്തിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. ബच्चे ദിവ്യ ദൃഷ്ടി സെ ദേഖ്തേ ഉസ്കാ തോ ഫോട്ടോ നിക്കാൽ നാ സക്കെ. കുട്ടികളാണെങ്കിൽ ദിവ്യ ദൃഷ്ടിയിലൂടെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, അവരുടെ ഫോട്ടോ ഒന്നും കാണുകയില്ല. ബാക്കി യേ മഷഹൂർ ഹൈ, ശ്രീകൃഷ്ണ ഗോരാ സത്യുഗ കാ പെഹ്ലാ പ്രിൻസ് താ. ബാബ പറയാണ്, ഇത് സുപ്രഖ്യാതമായ വിഷയം തന്നെ. ശ്രീകൃഷ്ണ സുന്ദരൻ സത്യുഗത്തിന്റെ ആദ്യത്തെ രാജകുമാരനായിരുന്നു. ഫിർ ജോ വിശ്വ കെ മാലിക് മഹാരാജ മഹാറാണി ബന്ത്. പിന്നീട് അവരെല്ലാവരും എന്താണ്, ആക്രമണം ചെയ്ത് യുദ്ധം നടത്തി കീഴടക്കി. പിന്നീട് ആ ഓരോ രാജ്യത്തെ മോഷ്ടിച്ച് ഇത് പറയാണ്, ഞാൻ വിശ്വത്തിന്റെ അധികാരി എന്ന്. ലക്ഷ്മി നാരായൺ സേ ബി രാജ്യ ശുരു ഹോത്ത. ലക്ഷ്മി നാരായണിലൂടെയാണ് സംവത്സരത്തിന്റെ തുടക്കം. രാജായി സേ സംവത്ത് ശുരു ഹോത്ത. രാജധാനിയിലൂടെയാണ് സംവത്സരത്തിന്റെ ആരംഭം. സത്യുഗ കാ പെഹ്ലാ സംവത്ത് വിക്രമാജീത്ത് സംവത്ത്. സത്യുഗത്തിന്റെ ആദ്യത്തെ സംവത്സരം വിക്രമാജീത്ത് സംവത്സരം. भल पहले जब श्री कृष्ण बनता उस समय भी कोई ना कोई बहुत थोड़े बहुत करते रहते. जिनको वापिस जाना है पति से पावन बनने का ये संगम है. ആർക്കെല്ലാം തിരിച്ചു പോകേണ്ടതാണോ ടച്ചിങ് ഉണ്ടാകുമ്പോ അവരെല്ലാവരും വരും. പതിത്വത്തിൽ നിന്ന് പാവനരാകാനുള്ള സംഗമയുഗമാണിത്. जब पूरा पावन बन जाते तो फिर लक्ष्मी नारायण का राज्य नया संवत शुरू हो जाता. പൂർണ്ണ പാവനരാകുമ്പോഴാണ് പിന്നീട് ലക്ഷ്മി നാരായണന്റെ രാജ്യം സംവത്സരം തുടങ്ങുന്നത്. विष्णु के दो रूप लक्ष्मी नारायण. लक्ष्मी नारायण से पालना होती. വിഷ്ണു ലക്ഷ്മി നാരായണൻ വിഷ്ണുവിന്റെ രണ്ട് രൂപങ്ങളാണ്. അഭി തും വഹ് ബന്നേ കാ പുരുഷാർത്ഥ കർത്തെ. ഇപ്പോഴും നിങ്ങൾ ആകുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. ഏത്? തും കഹേങ്കെ, ഈ തരത്തിലാകുന്നതിന് വേണ്ടി. തും കഹേങ്കെ ഹം 5000 വർഷ ബാദ് പുരുഷാർത്ഥ കർത്തെ, ബാപ്സെ വർഷ ലേൻ. അപ്പൊ നിങ്ങൾ കുട്ടികൾ എന്താണ് പറയുന്നത്? നാം 5000 വർഷങ്ങൾക്ക് ശേഷം പുരുഷാർത്ഥം ചെയ്യുന്നു, ബാബയിൽ നിന്നു സമ്പത്തു നേടുന്നു. പുരുഷാർത്ഥ അച്ചി രീതി കർണ, പുരുഷാർത്ഥം നല്ല രീതിയിൽ ചെയ്യേണ്ടി വരും. ടീച്ചർ കോ മാലൂം തോ രഹതാ ന കി സ്റ്റുഡന്റ് കഹാ തക് പാസ് ഹോംഗെ. വിദ്യാർത്ഥിക്കും ശിക്ഷകനും മനസ്സിലാകുമല്ലോ ഈ വിദ്യാർത്ഥി എത്രമാത്രം മാർക്സ് നേടി പാസ് വിത്ത് ഓണർ അഥവാ ഫസ്റ്റ് ക്ലാസ് വരുമെന്നുള്ളത്. പുരുഷാർത്ഥ അച്ചി രീതി കർണ ഹെ. ടീച്ചർ കോ മാലൂം തോ രഹതാ ന കി സ്റ്റുഡന്റ് കഹാ തക് പാസ് ഹോംഗെ. നല്ല തരത്തിൽ പുരുഷാർത്ഥം ചെയ്യണമെന്ന ബാബ പറയുന്നത്. പുരുഷാർത്ഥം നല്ല രീതിയിൽ ചെയ്ത് ബാബ എന്താണ് പറഞ്ഞു തരുന്നത്? നല്ല തരത്തിൽ മുന്നോട്ട് പോവുക. സ്റ്റുഡന്റ് കഹാ തക് പാസ് ഹോംഗെ. അപ്പോൾ നിങ്ങൾക്കെല്ലാം തിരിച്ചറിവുണ്ടാവണം കുട്ടികളുടെ കാര്യത്തിൽ. എൻ്റെ കുട്ടി ഏതുവരെ പാസ്സാകാനുള്ള യോഗ്യത ഉള്ള ആളാണ്. തും ബच्चे भी जानते हो कि हमारी एक रस അവസ്ഥ കഹാ തക് ബന്തി ജാതി. നിങ്ങൾക്കറിയാം നമ്മെല്ലാവരുടെ കരസ അവസ്ഥ ഇനി എത്ര വരെ അങ്ങോട്ടിങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. കഹാ തക് ഹം योग में अविनाशी ज्ञान तिलकों का दान ले और फिर दान देते रहते.
ബാബയിൽ നിന്നും അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം എടുത്തോളൂ അഥവാ മേടിച്ചുകൊള്ളൂ. ജ്ഞാനസാഗരനായ ബാബയിൽ നിന്നും നിങ്ങൾക്ക് ഈ ജ്ഞാനരത്നങ്ങൾ ലഭിക്കുന്നത്. വഹ് ജിസ്മാനി ഹീരെ മോത്തി നഹി, സ്ഥൂലമായി ഭൗതിക ലോകത്തിൽ പ്രാപ്തമാകുന്ന തരത്തിലുള്ള മുത്തോ രത്നങ്ങളോ ഒന്നുമല്ല. തും ബച്ചോं को फिर अविनाशी ज्ञान रत्नों का दादी भी बनना है. നിങ്ങൾക്കും കൂടി അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാദി ദാദാമാർ എല്ലാവരും ആവണം. अपने को देखना चाहिए कि हम कितना दान करते, നാം എത്ര ദാനവും പുണ്യം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനോട് ഹൃദയത്തിനോട് എല്ലാം ചോദിച്ചു. മനസ്സാ ബാബാ ബാബാ കിത്തന ദാൻ കർത്തെ, മമ്മ ബാബാ കിത്തന ദാൻ കർത്തെ, മമ്മ ബാബാ എന്ന് എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹമാരെ മേ ജോ അച്ഛേ തേ അച്ഛാ അച്ഛി ബഹൻ ഹെ കിത്തന അച്ഛാ ദാൻ കർത്തി. അപ്പൊ നിങ്ങളിലും കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ എത്രമാത്രം ചെറിയ പെൺകുട്ടികളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ചെറിയ ബാബ പറയുന്നത് അച്ഛത്തെ അച്ഛ ബഹനെ ഹേ, മമ്മ ബാബ കിത്തന ദാൻ കർത്തെ, മമ്മ ബാബ എത്രയെല്ലാം ദാന പുണ്യമാ ചെയ്യുന്നത്. ഞങ്ങളില് വളരെ കുറവാണ്. നല്ലതിലും നല്ലതായിരിക്കുന്ന ബഹൻ അഥവാ നിമിത്ത സഹോദരിമാരാണ് നല്ല തരത്തിൽ ദാനം നൽകുന്നത്. റേസ് ചൽ രഹി, മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഫൈനൽ പാസ് തോ ഹുയേ നഹി, ഫൈനൽ പാസ് ആരെല്ലാമാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ കഴിയില്ല, ഉണ്ടായിട്ടില്ല. കഹെങ്കെ പ്രസന്റ് സമയ യേ തീക്കേ കൊണ്ട് എല്ലാവരോടും പറയ പൊതുവെ എന്താണ്, പ്രസന്റ് ടൈം നമ്മുടെ കൈകളിലാണ്. അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾ സൽക്കർമ്മങ്ങളെ ചെയ്യുന്നു. ഫൈനൽ പേപ്പർ തോ ഹുയി ബി നഹി, ഇനി ഫൈനൽ പേപ്പർ ഒന്നും ഇതുവരെ ആയിട്ടേ ഇല്ല. കഹെങ്കെ പ്രസിഡന്റ് സമയ പ്രസന്റ് ടൈം യേ തീക്കേ, വർത്തമാന സമയത്താണ് ഇവർ ഈ എല്ലാ വിഷയങ്ങളിൽ വളരെ തീവ്രമായിരിക്കുന്നു. ആകെ ജോ മാല ബനാത്തെ തേ और अभी जो माला बनाएंगे तो उस फर्क जाए. 4-5 नंबर वाले दाने जो थे वो भी मर गए. ബാബ പറയാണ്, നിങ്ങളും മാലയെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴും ആരാണോ മാല ഉണ്ടാക്കുന്നത് വളരെയധികം വ്യത്യാസമുണ്ട്. 4-5 4-5 നമ്പർ വാലെ ആകെ ജോ തേ വോ ബി മർ ഗേ. 4-ാം നമ്പർ 5-ാം നമ്പർ ലിസ്റ്റിലുണ്ടായിരുന്നു അവരുടെ പേര്, അവരെല്ലാവരും രോഗബാധിച്ച് മരിച്ചുപോയി. കൈ ജിൻകോ ആകെ നമ്പർ മേ രഖ്തേ തേ വോ ഫിർ നീച്ചെ നമ്പർ മേ പഹുഞ്ച് ഗേ. ഇനി ചിലരെ മുന്നിലത്തെ നമ്പറിൽ ഷോന് വെക്കണമെന്നുണ്ടായിരുന്നു. ആ തരത്തിൽ ആകർഷണീയനായിരുന്നു. പിന്നീട് 4-5 ദിവസം കഴിയുമ്പോൾ പൊളിഞ്ഞു വീഴും, ഒന്നും ഉണ്ടാവില്ല. കൈ ജിൻകോ ആകെ നമ്പർ മേ രഖ്തേ തേ വഹ് ആജ് നീച്ചെ നമ്പർ മേ പഹുഞ്ച് ഗേ. ആദ്യത്തെ നമ്പറിൽ ആരാണോ എത്തിയതായിരുന്നത് അവർ താഴത്തെ നമ്പറിൽ എത്തി. നയെ നയെ ഊപ്പർ ആകെ ബാബ തോ സബ് ജാൻതേ ഹെ. പുതിയ പുതിയ കുട്ടികളെല്ലാം മേലോട്ട് കയറിയെന്ന് ബാബയുടെ മുന്നിൽ നിന്ന്. ബാബയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇസ്ലിയെ കഹാ ജാത്ത ഗുഡുജാനെ ഗുടുക്കി ഗോത്തരിജ്. ഈ കാരണത്താൽ ശർക്കര എങ്ങനെയാണെന്ന് ചോദിക്കല്ലേ. ശർക്കര കെട്ടിവെച്ച ചാക്കിനറിയാം, അതുപോലെ തന്നെ ആ കെട്ടുകളുണ്ടല്ലോ അതിനറിയാം. ബാബ ബത്തലാത്തെ ബി രഹത്തെ ആകെ തുമാരി അവസ്ഥ അച്ചി തി. ബാബ അനേക കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി പറയാണ് മറ്റുള്ള ബാബ പറഞ്ഞു തരുന്നത്, പണ്ട് നിങ്ങളുടെ നല്ല അവസ്ഥ, നിങ്ങളുടെ സ്വഭാവം നല്ലതായിട്ട് കാണുമായിരുന്നു. അബ് നമ്പർ നീച്ചെ ചലാകയ, ഇപ്പോഴും നമ്പർ താഴെയോട്ട് പോയി കളഞ്ഞു. ക്യോങ്കി കായിദാനുസാർ ശ്രീമത് പർ നഹി ചലത്തെ. എന്തുകൊണ്ട് താഴെയോട്ട് പോയ വെള്ളത്തിലായത്? നിയമാനുസരിച്ച് ബാബയുടെ ശ്രീമത്തത്തിൽ
പ്രാവർത്തികമാക്കുന്നില്ല? ക്യാ ഗതിക്കോ പായെങ്കെ? ബാബക്ക് തന്നെ ചിന്തയായി, ഈ തരത്തിലുള്ള കുട്ടികളെ, നിയമം അനുസരിക്കാത്തവരെ അഥവാ മന്മത്തം പരമത്തത്തിൽ നടക്കുന്നവരെ എന്ത് ചെയ്യാന്? എവിടെ അവർക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റൂ? कोई भी पूछ सकते कि बाबा इस समय अगर हमारा शरीर छूट जाए तो क्या गति को पाएंगे? നിങ്ങൾ ആര് വേണമെങ്കിലും ചോദിക്കാൻ പറ്റൂ. ഈ സമയത്ത് ഒരു പക്ഷേ ഞാൻ ശരീരം ഉപേക്ഷിച്ചു എങ്കിൽ നിങ്ങളുടെ പുരുഷാർത്ഥം അനുസരിച്ച് നിങ്ങൾ ഏത് പദവി നേടാന് പറ്റൂ? ഗീതാമേ കുച്ച് അക്ഷര ഹെ, അല്പ സ്വല്പം കുറച്ച് കാര്യങ്ങള് ഗീതയിൽ എഴുതപ്പെട്ടത് സത്യം എന്ന് പറയാം. ആട്ടേമേ നമക്ക് മിസൽ, അതും ഞങ്ങള് ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോ ഉപ്പ് എത്രയാ ചേർക്കല്? അത്ര മാത്രം സത്യാംശം. സബ് പുകാർത്തെ രഹത്തെ ബാബാ ഹംകോ രാവണ രാജ്യസെ ചുടാവോ, ദുഃഖ കരോ. എല്ലാവരും എന്താണ് ബാബയോട് പറയും, ബാബാ ഞങ്ങളെ ഒന്ന് ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിച്ചാ മതി. സച്ചാ സച്ചാ ഹരിദ്വാർ യഹ് ഹുവാന. ആ ഹരിദ്വാർ അല്ല, അവിടെ പോയി നമുക്ക് ജീവൻ മുക്തി, മുക്തി അഥവാ ദുഃഖത്തിൽ നിന്ന് മോചനം ഒരിക്കലും പ്രാപ്തമാവുകയില്ല. സത്യം സത്യമായിരിക്കുന്ന ഹരിയുടെ ദ്വാരം, ഈ സ്ഥാനമാണ് ഈശ്വരന്റെ സ്ഥാനം. ദുഃഖഹർത്ത പരംപിത പരമാത്മാ കോ ഹി ഹരി കഹാ ജാത. ദുഃഖഹർത്ത പരമപിത പരമാത്മാവിനെ തന്നെയാണ് ഹരി അഥവാ ഈശ്വരൻ എന്നു പറയുന്നത്. നാക്കി ശ്രീകൃഷ്ണ. ശ്രീകൃഷ്ണനല്ല ഹരി. ശ്രീകൃഷ്ണനൊന്നും ആരുടെ ദുഃഖത്തെ ഹരിക്കില്ല. പരംപിത പരമാത്മാ ഹി ദുഃഖഹർത്ത സുഖകർത്ത. പരമപിത പരമാത്മാവ് തന്നെയാണ് ദുഃഖഹർത്ത സുഖകർത്താവ്. തും സുഖധാം കെ മാലിക് ബൻതേ ഹോന. നിങ്ങൾ സുഖധാമത്തിന്റെ അധികാരികളാണല്ലോ ആകുന്നത്. യോഗബലസേ തും വിശ്വക്കെ മാലിക് ബൻതേ. യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ അധികാരിയാകും. ഉനോങ്കാ ഹെ ബാഹുബൽ ശാരീരിക ബൽ, ജോ ബുദ്ധി സെ ബോംബ് നിക്കാലെ. അവരുടേതാണെങ്കിലോ വിജ്ഞാനികളുടേത്, അവരുടേത് ശാരീരിക ബലം അഥവാ തോൾബലം, ബാഹുബലം. ബുദ്ധിയിലൂടെ ബോംബ്സ് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. യഹാ സേന ആദിക്ക് തോ കോയി ബാത്ത് നി. ഇവിടെ സൈന്യം വേറെ ആ തരത്തിൽ ഒന്നും കാര്യങ്ങൾ ഇല്ല. ആരാ ഉള്ള ഇവിടെ സൈന്യം? ദുനിയാ മേ യേ കിസ്കോ പതാ ഹി നഹി കി യോഗ ബലസെ കൈസെ വിശ്വക്ക് ബാദശാഹി മിൽത്തി. ലോകത്തിലുള്ളവർക്ക് ഇത് തീരെ അറിയില്ല, യോഗബലത്തിലൂടെ എങ്ങനെയാണ് വിശ്വത്തിന് സാമ്രാജ്യം ലഭിക്കുന്നത്. ബാപ്പ് ഹി ആക്കർ ഈ യോഗ സിക്കലാത്ത്. ബാബ തന്നെയാണ് വന്നിട്ട് ഈ യോഗം പഠിപ്പിക്കുന്നത്. ബാബ കേത്തെ മാമേക്കം യാദ് കറോ മൈ ജ്ഞാനസാഗരവും. ബാബ പറയുകയാണ്, കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കൂ, ഞാൻ ജ്ഞാനസാഗരനാകുന്നു. महिमा गाते हैं ना, ज्ञान का सागर, सुख का सागर, पवित्रता का सागर. ऐसे कभी नहीं कहेंगे योग का सागर. महिमा പാടാറുണ്ടല്ലോ, ജ്ഞാനത്തിന്റെയും സുഖത്തിന്റെയും പവിത്രതയുടെ സാഗരൻ എന്നോ. ഒരിക്കലും യോഗത്തിന്റെ സാഗരം എന്നോ പറയില്ല. യോഗ കാ സാഗർ കേന റോങ് ഹോ ജായ്. യോഗത്തിന്റെ സാഗരം എന്ന് പറയുന്നത് തെറ്റായി പോകും. ബാപ്പ് ജ്ഞാന കാ സാഗർ പതീത പാവൻ. അപ്പൊ ബാബ ആരായിരിക്കുന്നു? ജ്ഞാനത്തിന്റെ സാഗര, പതീത പാവന്. ജറൂർ ജ്ഞാനക്ക് ഹി വർഷ കർത്തി ഹും. അപ്പോ തീർച്ചയായിട്ടും ജ്ഞാനത്തിന്റെ തന്നെ വർഷിക്കുന്നതായിരിക്കാം. पहली बात बाबा कहते हैं मामेकम याद करो. और किसको भी याद करना? ज्ञान. ബാബ മക്കളോട് പറയാണ്, കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കുക. ഇനി ആരെയെങ്കിലും വ്യക്തികളെ നിങ്ങൾ ഓർമ്മിച്ചു എങ്കിൽ ഇത് അജ്ഞാനമായി. സൃഷ്ടിക്ക് ആദിമധ്യ അന്ത് ക ജ്ഞാൻ ബാപ്പ് ഹി സുനാത്തെ. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബാബ തന്നെയാണ് കേൾപ്പിച്ചു തരുന്നത്. യോഗയ്ക്ക് ലിയെ ഭി ശിക്ഷ ദേത്തെ. യോഗത്തിലേക്ക് വേണ്ടിയിട്ടാണ് ശിക്ഷണം നൽകുന്നത്. എങ്ങനെ ബാബയുമായി ബുദ്ധിയെ യോജിപ്പിക്കേണ്ടത് ഈ കാര്യത്തിന് വേണ്ടി. അവർ സബ് യോഗയ്ക്ക് ലിയെ ഉൾട്ടി ശിക്ഷ ദേങ്കി. പിന്നെ മറ്റെല്ലാവരും യോഗത്തിന്റെ കാര്യത്തിൽ തലേ തിരിഞ്ഞ ശിക്ഷണമാണ് നൽകുന്നത്. ഉनको जिस्मानी योग कहा जाता, शरीर को ठीक रखने के लिए.
ശരീരത്തെ ശരിയാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാരീരിക യോഗം എന്നാണ് ആ യോഗത്തെ കുറിച്ച് പറയുന്നത്. ये है रूहानी योग, ये राज्यों की बात कहाँ भी नहीं है. ഇവിടെ ആത്മീയമായിരിക്കുന്ന യോഗമാണ്. രാജയോഗത്തെ കുറിച്ച് എവിടെയും എഴുതപ്പെട്ടിട്ടേയില്ല. സിവായ് ബാപ്ക്ക് അവർ കോയി രാജയോഗ സിഖ്ലാൻ ആ സക്കെ. ശരി തന്നെ, ഭഗവാന് കൂടാതെ ഈശ്വരന് കൂടാതെ വേറെ ആർക്കും തന്നെ രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല. ജാനത്തെ നഹി, അറിയണ്ടേ അവർ, അറിഞ്ഞിരിക്കണ്ടേ, അറിയയില്ല. തും യെ രാജയോഗ സീഖ്തേ സീഖ്തേ ചലേ ജായെങ്കെ ജാക്കർ രാജ്യ കരേങ്കെ. നിങ്ങൾ രാജയോഗം പഠിച്ച് എന്താകുന്നു? മുന്നോട്ട് പോകുന്നു. പോയിട്ട് സത്യുഗത്തിൽ രാജ്യം ഭരിക്കുന്നു. രാജ്യമൊക്കെ കോയി ചിത്ര തോടെ ഹി തും യേ ബത്താത്തെ ഹോ സംജാനെ കേലി. ശരിക്കും പറയണമെങ്കിൽ രാജയോഗത്തിന് വേണ്ടി യാതൊരു ചിത്രമൊന്നും ഇല്ല. നിങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ചിത്രങ്ങള്. സോബി കോയി ദേഖനെ സെ തോ സമജ് നാ സക്കെ. എങ്കിലും ആരെങ്കിലും വന്നിട്ട് കണ്ട് എങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. സംജാന പടേ യെ ബ്രഹ്മ രാജയോഗ സിഖ് കർ ജായേ നാരായൺ ബന്തി. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണോ, ഈ ബ്രഹ്മാവ് രാജയോഗം പഠിപ്പിച്ച് ഈ ബ്രഹ്മാവ് രാജയോഗം പഠിച്ച് നാരായണനായി മാറൂ. ये बाजू में चित्र है. ഇവരുടെ ഭ്രൂമധ്യത്തില് ശിവബാബ പ്രവേശിക്കുകയാണ്. ये सब बातें धारण करना बुद्धि की बात है. ബാബ കേൾപ്പിച്ചു തരുന്ന ഈ എല്ലാ കാര്യങ്ങളെ ധാരണ ചെയ്യുക എന്നുള്ളത് ബുദ്ധിയുടെ വിഷയമാണ്. ഇസ്മേ ടീച്ചർ ക്യാ കरेंगे. അപ്പൊ ഇതിൽ ശിക്ഷകൻ എന്ത് ചെയ്യാൻ പറ്റൂ? നിങ്ങളല്ലേ ധാരണ ചെയ്യേണ്ടത്. ടീച്ചർ ബുദ്ധിക്കോ കുച്ച് കർ നഹി സക്ത. ഇനി ടീച്ചർക്കൊന്നും പണിയെടുക്കാൻ പറ്റൂല നിങ്ങളുടെ ബുദ്ധിയെ ശരിയാക്കാൻ. നിങ്ങൾ ധാരണ ചെയ്ത് നിങ്ങൾ നന്നാവണം. കൂടാതെ ബാബയൊന്നും നിങ്ങളെ നന്നാക്കുന്നില്ല. നോളേജ് നൽകുന്നത് തന്നെ ബാബ ചെയ്യുന്ന വലിയ ഉപകാരമാണ്. बच्चों को पूरा सिखलाया जाता, याद करते रहो और पूरा पढ़ो तो बुद्धि पूरा खुलेगी. നിങ്ങൾ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കുക, പൂർണ്ണമായി അധ്യയനം ചെയ്യൂ, എങ്കിൽ ബുദ്ധി പൂർണ്ണതരത്തിൽ ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടും. നിങ്ങൾ കുട്ടികൾക്ക് എല്ലാം പഠിപ്പിച്ച് തന്നിരിക്കുന്നു. ബാബാ കഹോ മമ്മ കഹോ തോ ജറൂർ കഹേഗ തബ് തോ സീക്കേഗ ന. ബാബ എന്ന് വേണമെങ്കിലും പറയൂ, മമ്മ എന്ന് വേണമെങ്കിലും പറയൂ, തീർച്ചയായിട്ടും എന്താണ്, അപ്പോഴല്ലേ എല്ലാം പഠിക്കാൻ പറ്റുന്നത്. ബിഗർ കഹേ സീക്കേഗ കേസേ. പറഞ്ഞു തന്നെ ഇല്ല എങ്കില് പഠിക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട് പറഞ്ഞു തരേണ്ടത് വളരെ ആവശ്യം. ഇസിലിയെ ബച്ചോं का സുഖ് ഖുലുവായ ജാത്ത. ഇതിനാൽ കുട്ടികളുടെ സുഖത്തെ തുറപ്പിക്കുന്നു. മെഹനത്ത് കർണി ഹെ, പരിശ്രമിക്കേണ്ടി വരും. ബാപ്പ് കാ പരിചയ ദേന വോ ഹെ ഊഞ്ചത്തെ ഊഞ്ച ഭഗവാൻ. ബാബയുടെ തിരിച്ചറിവ് അഥവാ പരിചയം നൽകുക. ബാബ ആരായിരിക്കുന്നു? ഉയർന്നതിൽ വെച്ച് ഉയർന്ന ഭഗവാനാണ്. സബ്കാ രചയിത, സർവരുടെ രചയിതാവ്. ഉൻസേ സബ്കോ സ്വർഗ കാ വർഷ മിൽത്ത. അവരിലൂടെ സർവർക്കും സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കും. ഫിർ രാവണ രാജ്യമേ വർഷ ഗവാത്തെ നരക് ബൻ ജാത്ത. പിന്നീട് രാവണന്റെ രാജ്യത്തിൽ സമ്പത്ത് നഷ്ടപ്പെടുത്തി നരകമായി മാറി. ദേവാത്മായെ പാവന്തേ ഫിർ പതീത് ബനെ. വാസ്തവത്തിൽ ദേവാത്മാക്കളെല്ലാം പാവനരായിരുന്നു, പിന്നീട് എങ്ങനെയാ പതീതരായത്? फिर पतिता पावन बाप आया, कहते मुझे याद करो तो विकर विनाश होंगे और कोई उपाय नहीं. പതീത പാവനനായ ബാബ വന്നിരിക്കുന്നു, പറയാണ് എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പൊ യാതൊരു വികർമ്മവും ഉണ്ടാവില്ല. പിന്നീട് യാതൊരു യുക്തിയും ഇല്ല പാവനമാക്കി മാറ്റുന്നതിന് വേണ്ടി. യോഗ അഗ്നിസേ ഹി വികാരോ രൂപി ഖാദ് നിക്കലേക്ക്. യോഗ ജ്വാലയിലൂടെയാണ് വികാരങ്ങളുടെ തുറുമ്പ് ഉരുകി പോകുന്നത്. യാദ് കർത്തെ കർത്തെ തും പാവൻ ബൻ ഗലേ കാ ഹാർ ബൻ ജായെങ്കെ. ബാബയെ ഓർമ്മിച്ച് പാവനരായി ബാബ
എന്താണ് ബാബയുടെ കഴുത്തിലെ മാലയായി തീരും. घड़ी घड़ी बोलने की प्रैक्टिस करो, सिर्फ कहना थोड़े ही बाबा मुख खुलता नहीं. അടിക്കടി നിങ്ങൾ പറയുന്നതിന്റെ പ്രാക്ടീസ് ചെയ്തോളൂ. ഇനി ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, ബാബയുടെ മുഖം തുറക്കപ്പെടുന്നില്ല എന്നു. ശ്രീമത് पर चल जितना याद करेंगे उतना ऊंच पद पाएंगे. ബാബയുടെ ശ്രീമതം അനുസരിച്ച് നടന്ന് എത്രത്തോളം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നുവോ അത്രത്തോളം ഉയർന്ന പദവി പ്രാപ്തമാക്കും. ശ്രീമത് पर नहीं चलेंगे तो, ഒരു പക്ഷെ ശ്രീമതത്തിൽ നടന്നില്ല എങ്കിലോ, ശ്രീമത് पर नहीं चलेंगे तो താല ബന്ദ് ഹോ ജായേഗ. ബാബയുടെ ശ്രീമതം അനുസരിച്ച് നടന്നില്ല എങ്കിൽ ബുദ്ധിയുടെ പൂട്ട് പൂട്ടപ്പെടും. തീർ ലഗേഗ നഹി, ഖുഷി കാ പാറ ചടേഗ നഹി. ഇനി അതിന്റെ പ്രഭാവം ഉണ്ടാവേയില്ല, സന്തോഷത്തിന്റെ ലഹരി കയറുകയില്ല. अपनी मत पर चलेंगे तो बाबा कहेंगे ये तो रावण मत पर. സ്വന്തം മതം അനുസരിച്ച് മന്മതം അനുസരിച്ച് നടക്കുന്നു. അപ്പൊ ബാബ പറയാണ് ഇതെല്ലാം രാവണന്റെ മതം. बहुत देही अभिमानी बच्चे है जो മുരളി भी नहीं पढ़ते. അനേക ദേഹാഭിമാനി കുട്ടികളുണ്ട്, അവർക്ക് മുരളി പോലും വേണ്ട, മുരളിയുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നില്ല. जो മുരളി ही नहीं पढ़ते वो क्या ज्ञान देंगे. മുരളി തീരെ പഠിക്കാതെ കൂട്ടര് മറ്റുള്ളവർ വരുമ്പോ എങ്ങനെ ജ്ഞാനം നൽകാൻ സാധിക്കുക? അനേക പ്രകാരക്ക് നയി നയി പോയിന്റ്സ് നിക്കൽത്തി രഹത്തി. അനേക പ്രകാരത്തിൽ പുതിയ പുതിയ വിഷയങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ദേഹി അഭിമാനി ബന്നേക്ക പൂരാ പുരുഷാർത്ഥ കർമ്മ. ആത്മാഭിമാനികളാകുന്നതിന്റെ സമ്പൂർണ്ണ പുരുഷാർത്ഥം ഉണ്ട്, സമ്പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ഇസ് റുഹാനി ഇസ് പുരാനി ദുനിയാക്കോ ചോട് ദേന. ഈ പഴയ ലോകത്തെ ഉപേക്ഷിക്ക്. ഏതോ മറാ ഹുവ ചോല. ഇതാണെങ്കിലും മരിച്ച് കിടക്കുന്ന ഒരു ചർമ്മം. ഐസെ ഐസെ അപ്പനേസെ ബാത്തെ കർത്തേ രഹന. ഈ എല്ലാ തരത്തില് സ്വയത്തിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. കോയിക്ക് സർവീസ് ടിപ്പ് നഹി സക്തെ. ഒരു പക്ഷെ നിങ്ങൾ സർവീസ് ചെയ്തു എങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന സർവീസ് ഒരിക്കലും ഒളിച്ചിരിക്കാൻ സാധിക്കില്ല. കോയി ഖാമി ഹെ തോ വഹ് ഭി ചിപ്തി നഹി. ഏതെങ്കിലും കുറവുകൾ ഉണ്ട് എങ്കിൽ അതും കൂടി എന്താണ് മറയിച്ചു വെക്കാൻ പറ്റില്ല. മായ ബഡി ദുഷ്മൻ. മായ അതിപ്രബലമാണ്. അനേക പ്രകാരക്കെ ഉൾട്ടേ കാം കരാത്തീരെ. മായക്ക് പണിയൊന്നില്ലല്ലോ, അതുകൊണ്ട് അനേക പ്രകാരത്തിലുള്ള ഡിസർവീസ് ചെയ്തുകൊണ്ടേയിരിക്കും. മായ ബഡി ശൈത്താൻ. ബാബ തന്നെ ശപിക്കുന്നു. മായ ഉണ്ടൽ ഏറ്റവും വലിയ ശൈത്താനാണ്, പ്രേത. അന്തർ ബാഹർ ബഹുത്ത് സാഫ് ഹോനാ ചാഹിയെ. അപ്പോൾ അകത്തും പുറത്തും വളരെയധികം എങ്ങനെ ഉണ്ടാവണം? ശാന്തരായിരിക്കണം, ശുദ്ധരായിരിക്കണം. ബഹുത്തോമേ ദേഹാഭിമാൻ ബഹുത്ത് രഹത്ത. അനേകരില് ധാരാളം ദേഹാഭിമാനമുണ്ട്. ബാബാനെ സംജായ കഭി കോയി സേ ബി സർവീസ് നഹി ലോ. ബാബ പറയാണ് മറ്റേ ആരിൽ നിന്നും നിങ്ങൾ സ്വന്തം സേവനം എടുക്കരുത്. ബാബാക്ക് യാദ് മേ രഹ് കിസ്കോ ദൃഷ്ടി ദേഗി. ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് ആർക്ക് വേണമെങ്കിലും ബാബാക്ക് अनेकों में देहाभिमान बहुत है. समझाया कोई से भी सर्विस नहीं लो, अपने हाथ से भोजन आदि बनाओ. സ്വയത്തിന്റെ ഹസ്തത്താൽ നിങ്ങൾ ആഹാരവും പാനീയവും എല്ലാം ഉണ്ടാക്കും. रूहानी जिस्मानी दोनों सर्विस करती. बाबा की याद में रह किसको दृष्टि देंगे तो भी बहुत मदद मिलेगी. ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് ആർക്ക് ദൃഷ്ടി നൽകുകയാണെങ്കിലോ സഹായം ധാരാളം ലഭിക്കും. ചില പരമാത്മാവിനെ ഓർമ്മിച്ചു കൊണ്ടല്ലേ ദൃഷ്ടി നൽകുന്നത്.
പരമാത്മ ശക്തിയായി. അപ്പൊ നിങ്ങൾക്കും കൂടി ബാബ ശക്തി തരും. ബാബ ഖുദ് പ്രവേശ് കർ സർവീസ് മേ ബഹുത് മദത് കർത്തെ. ബാബ സ്വയം പ്രവേശിച്ച് സർവീസിന്റെ കാര്യത്തിൽ വളരെയധികം സഹായിക്കും. वो समझते हमने किया, अहंकार झट आ जाता. മറ്റുള്ളവർ സ്വാർത്ഥവശരായി പറയാണ് ഞാനാ ഇത് ചെയ്യിച്ച്, പെട്ടെന്ന് അഹങ്കാരം വരും. ये नहीं समझते कि ബാബ ने करवाया, ബാബ എന്നിലൂടെ ചെയ്യിപ്പിച്ചു എന്നല്ലേ പറയേണ്ടത്, അങ്ങനെ പറയില്ല. ബാബ പ്രവേശോക്ക് സർവീസ് करवा सकते. ബാബ പ്രവേശിച്ച് സർവീസ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. फिर तो और भी डबल फोर्स हो गया. പിന്നെ ഡബിൾ ഫോഴ്സ് ആയില്ലേ. किसको लिफ्ट मिली, जाकर ऊंच सर्विस करने लग पड़ते हो. ആർക്കാണ് ലിഫ്റ്റ് ലഭിച്ചത്? ഉയർന്ന സർവീസ് ചെയ്യുന്നതിൽ നിങ്ങൾ പോയിട്ട് താല്പര്യം കാണിക്കുക. खुश होना, इसमें ईर्ष्या की कोई बात नहीं. സന്തോഷവാനായിരിക്കെ, ഈർഷ്യയുടെ കാര്യം ഒന്നുമില്ല. कोई भी परचिंतन नहीं करना. ഒരു പ്രകാരത്തിലും പരചിന്തനം ചെയ്യരുത്. യഹാ കി ബാത്തെ വഹാ സുനായെങ്കിൽ. ഇനി പരചിന്തനം എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും നല്ല ആവശ്യകാര്യം ഞങ്ങൾ പരസ്പരത്തിൽ പറഞ്ഞുവെങ്കിൽ മൂന്നാമത്തെ ആള് കേട്ടു, അവര് വേറെ എല്ലാ സ്ഥലത്തിൽ കൊണ്ടുപോയി ഈ വിഷയങ്ങളെ പകർത്തു. ഇത് ശരിയല്ല. ബല കോയിനെ കുച്ച് കഹാ ബി ഫിർ ബി ദൂസറോं को सुनाकर नुकसान क्यों करना चाहिए. വേറെ ആരോ എന്തോ വിളക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചോ, അതോ ഒരു അടി അടിച്ചു എന്ന് വിചാരിച്ചോ, ആയല്ലേ നല്ലതാകാനല്ലേ. അതുകൊണ്ട് ബാബ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്, മറ്റുള്ളവരോട് ഈ വിഷയത്തെ കേൾപ്പിച്ചു കൊടുത്ത് അവരുടെ അവസ്ഥ എന്തിനാ ചീത്തയാക്കേണ്ടത്. ഐസെ തോ ബഹുത് ഝൂഠി ബാത്തെ ബി ബനാത്തെ. ഈ തരത്തിൽ അനേക അസത്യമായ വിഷയങ്ങളെ ഉണ്ടാക്കുന്നു. ഫലാനി തോ ഐസി ഹേ, ഈ തരത്തിലുള്ളവർ ഇങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം അങ്ങനെയാണ്, സ്വഭാവം ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഐസി ഝൂഠി ബാത്തെ കഭി നഹി സുന്ന. ഈ പ്രകാരത്തിലുള്ള അസത്യമായ കാര്യങ്ങളെ ഒരിക്കലും കേൾക്കരുത്. कोई उल्टी सुल्टी बात बोले तो खुशी അസുനി അൻസുനി കർ ദേനാ ചാഹിയേ. ആരെന്തെങ്കിലും തലതിരിഞ്ഞ വിഷയങ്ങൾ അഥവാ പരദൂഷണ പരചിന്തനയുടെ കാര്യങ്ങൾ കേൾപ്പിച്ച് തന്നാൽ അപ്പൊ ബാബ പറയുന്നത് എന്താണ്, കേട്ടാലും കേൾക്കാതെ ഇരിക്കും. കിസ്കെ ദിൽ കോ ഖരാബ് നഹി കർനാ ചാഹിയേ. ഇനി വേറെ ആരുടെ ഹൃദയത്തെ മോശമാക്കരുത്. അച്ഛാ ധാരണ കെ ലിയെ മുഖ്യ സാർ. मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को नमस्ते, याद प्यार और गुड मॉर्निंग. ധാരണയുടെ പോയിന്റ്സ് എന്തെല്ലാം ധാരണ ചെയ്യേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, ബാപ് സെ അന്തർ ബാഹർ സാഫ് രഹന. ബാബയോട് അകത്തും പുറത്തിൽ നിന്നും പരിശുദ്ധരായിരിക്കണം. ചലോ യാതൊരു കാപ്പട്യം ഉണ്ടാകരുത്. कोई भी भूल हो जाए तो फौरन ക്ഷമ മാംഗന. ഒരു പക്ഷേ തെറ്റ് സംഭവിച്ചു എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ഷമ മാംഗന चाहिए. रूहानी जिस्मानी दोनों प्रकार की सेवा करनी. ശാരീരികവും അതുപോലെ മാനസികവുമായിരിക്കുന്ന രണ്ട് പ്രകാരത്തിലുള്ള സേവനം ചെയ്യണം. കഭി ഭി ഈർഷ്യ കെ കാരൺ ഏക് ദോ കാ പരചിന്തൻ നഹി കർന. ഒരിക്കലും കൂടി ഈർഷ്യയുടെ കാരണത്താൽ പരസ്പരം പരചിന്തനം ചെയ്യരുത്. कोई किसी के प्रति उल्टी सुल्टी बातें सुनाए तो सुनी अनसुनी कर देना. ഒരു പക്ഷേ ഈർഷ്യക്ക് വശരായി എന്താണ് പരചിന്തനയുടെ വിഷയങ്ങൾ തന്നെ കേൾപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ
അവർക്ക് ഒരിക്കലും സ്വയത്തിനെ പ്രതി സുൾട്ടി വിഷയം വരില്ല, തലതിരിഞ്ഞ കാര്യങ്ങൾ ഒന്നും വരില്ലായിരുന്നു. ലോകത്തിൽ ബാബ പറഞ്ഞു തരുന്നത് സുനി അൻസുനി കരുതേന, കേൾപ്പിച്ച് തന്നു എങ്കിലും കേട്ടാലും കേൾക്കാതെ ഇരിക്കുക. വർണ്ണൻ കർക്കെ കിസിക്ക് ദിൽ ഖരാബ് നഹി കർണ. അവരങ്ങനെ ചെയ്തു, നിങ്ങൾക്കറിയാമോ ഇതിങ്ങനെ ആ തരത്തിൽ ഈ തരത്തിലെല്ലാം പറഞ്ഞുകൊണ്ട് വർണ്ണനം ചെയ്ത് മറ്റുള്ളവരുടെ മനസ്സ് ചീത്തയാക്കരുത്. वरदान। फ्रैंक दिलबंद दुखी अशांत आत्माओं को खुशी का दान देने वाले मास्टर रहमदिल भव. ഫ്രാങ്ക് ദിൽ അഥവാ ഉദാര മനസ്കരായി ദുഃഖി അശാന്തരായിരിക്കുന്ന ആത്മാക്കളെ, ദുഃഖിയും അശാന്തരുമായിരിക്കുന്ന ആത്മാക്കൾക്ക് സന്തോഷത്തിന്റെ ദാനം ചെയ്യുന്ന മാസ്റ്റർ ദയാഹൃദയിയായി ഭവിക്കട്ടെ. ഉദാരമനസ്കരായി ദുഃഖി അശാന്ത ആത്മാക്കൾക്ക് സന്തോഷത്തിന്റെ ദാനം നൽകുന്ന മാസ്റ്റർ ദയാഹൃദയിയായി ഭവിക്കും. विवरण। वर्तमान समय लोगों को और सब कुछ मिल सकता, लेकिन सच्ची खुशी नहीं मिल सकती. वर्तमान സമയത്ത് മനുഷ്യർക്ക് മറ്റെല്ലാം ലഭിക്കാൻ സാധിക്കും, വജ്ര സ്വർണം പണം എന്ത് വേണമെങ്കിലും. പക്ഷേ സത്യമായിരിക്കുന്ന സന്തോഷം ലഭിക്കാൻ സാധിക്കില്ല. इसीलिए ऐसे समय पर दुखी अशांत आत्माओं को खुशी की अनुभूति करा दो. ഇതിനാൽ ഈ തരത്തിലുള്ള സമയത്ത് ദുഃഖിതരും അശാന്തരായിരിക്കുന്ന ആത്മാക്കൾക്ക് സന്തോഷത്തിന്റെ അനുഭൂതി ചെയ്യിപ്പിക്കൂ എങ്കിൽ ഹൃദയത്തിൽ നിന്നു ആശീർവാദങ്ങൾ അവർ നൽകും. आप दाता के बच्चे हो तो फ्रैंक दिल से खुशी का खजाना बांटो. താങ്കളാണെങ്കിലോ ദാതാവിന്റെ സന്താനങ്ങളാണ്. ഉദാര മനസ്സുള്ളവരായി സന്തോഷത്തിന്റെ സമ്പത്ത് വിതരണം ചെയ്യും. आप दाता के बच्चे हो तो फ्रैंक दिली से खुशी का खजाना बांटो. रहम दिल के गुण को इमर्ज करो. താങ്കൾ ദാതാവിന്റെ സന്താനങ്ങളാണ്. ഉദാര മനസ്സിലൂടെ സന്തോഷത്തിന്റെ സമ്പത്ത് വിതരണം ചെയ്യൂ. ദയാഹൃദയത്തിന്റെ ഗുണത്തെ പ്രത്യക്ഷപ്പെടുത്തു. കഭി ഭി യേ നഹീ സോച്ചോ കി യേ തോ സുന്നേ വാലേ ഹി നഹീ. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, എത്ര പറഞ്ഞു കൊടുത്തിരുന്നാലും പോലും കേൾക്കാൻ ഇവർ അല്ല, കേൾക്കാനുള്ള സമയമല്ല. भले कोई ऑपोजिशन भी करे तो भी आपको रहम की भावना नहीं छोड़नी. ഒരു പക്ഷേ ആപ്പോസിഷൻ മുതലായത് ചെയ്യുന്നതായിരിക്കാം, പക്ഷേ താങ്കളുടെ ദയയുടെ ഭാവന നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. रहम भावना शुभ भावना फल आवश्यक देगी. ദയാഭാവന ശുഭഭാവന തീർച്ചയായിട്ടും ഫലം നൽകും. സ്ലോഗൻ. ജ്ഞാനയോഗ की पालना ही रूहानी पालना. ജ്ഞാനവും യോഗത്തിന്റെ പാലന തന്നെയാണ് ആത്മീയ പാലന. ഈ പാലനയിലൂടെ ശക്തിശാലിയാകൂ, പിന്നീട് മറ്റേ എല്ലാവരെയും ശക്തിശാലിയാകും. कितना सुहाना साथ तुम्हारा, मिली